ദെൻ ബാക്കിലേക്ക് വന്ന് ഒന്നും കൂടി കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ സേവിൻ്റെ ബോക്സും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിക്കോളും. ഹായ് ഹലോ, മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. എല്ലാവർക്കും എൻട്രി എലവേറ്റ് കൊമേഴ്സിലെ മറ്റൊരു SAP ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എങ്ങനെയാണ് SAPയിൽ കോൺഫിഗറേഷനും ട്രാൻസാക്ഷനും എല്ലാം ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താലും മതി, അതിനകത്ത് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓൾസോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെന്നും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെന്നും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പാർഷ്യൽ പേയ്മെന്റ് ചെയ്യുക. ആ ഒരു നെയിമിൽ തന്നെ ഉള്ളതുപോലെ പാർഷ്യൽ പേയ്മെന്റ് എന്താണ്? ഞാനിപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള കമ്പനീസിലെല്ലാം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും വരാം. ഇപ്പോൾ MNC കമ്പനീസിലെല്ലാം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കടയിൽ പോയി ഒരു ബിസ്ക്കറ്റ് അപ്പോൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ എല്ലായിരിക്കും കമ്പനീസിലെല്ലാം ഗുഡ്സും പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും വരുന്നതല്ലേ. അവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും, ഗുഡ്സ് റിസീവ് എല്ലാം ചെയ്ത് ചിലപ്പോൾ 1 വീക്കോ 1 മന്തോ കഴിഞ്ഞായിരിക്കും അതിൻ്റെ പേയ്മെന്റ് എല്ലാം പോകുന്നത്. ഓക്കെ, സോ ഇവിടെ പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ കുറിച്ചാണ്. സോ ഇവിടെ പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഗുഡ്സ് ABCയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 lakh rupeesന്റെ ഗുഡ്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്നൊന്ന് വിചാരിക്കും. അപ്പോൾ 1 lakh rupeesന്റെ ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ അവരോട് പറയണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50,000 ഉള്ളൂ, അത് ഞാനിപ്പോൾ തരാം, ബാക്കിയുള്ള 50,000 ഞാൻ വേറൊരു ഡേയോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ നെക്സ്റ്റ് മന്തോ തരാം എന്നുള്ളൊരു എഗ്രിമെന്റിൽ ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷനെ പറയുന്നതാണ് എന്ത്? പാർഷ്യൽ പേയ്മെന്റ്. അതായത് നമുക്ക് ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ ഉണ്ടാവില്ല. സോ പകുതി പേയ്മെന്റ് ആയിട്ട് നമ്മൾ EMIs എല്ലാം അടക്കുന്ന പോലെ, എക്സാമ്പിൾ പറഞ്ഞാണ്, അതേപോലെ നമുക്ക് പകുതി പേയ്മെന്റ്സ് വെച്ച് നമുക്ക് SAPയിൽ ട്രാൻസാക്ഷൻസ് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ പാർഷ്യൽ പേയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അവിടെ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കണ്ടേ. അതായത് ഞാൻ അവിടെ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്താലല്ലേ എനിക്ക് അവിടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഗുഡ്സ് സെയിൽ ചെയ്താലല്ലേ എനിക്ക് പാർഷ്യൽ പേയ്മെന്റ് ആയിട്ട് ഗുഡ്സ് എമൗണ്ട് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ SAP ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, SAP സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് എല്ലാം ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന T കോഡ് ആയിട്ടുള്ള FS00 പോയി ലെഡ്ജേഴ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നല്ലേ. സോ ഞാനിനി അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാം. എന്നിട്ട് അതിൻ്റെ പേയ്മെന്റ് കൊടുക്കുന്ന ടൈമിൽ എങ്ങനെയാണ് പാർഷ്യൽ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ T കോഡാണ് FS00 എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ T കോഡ് എന്തായിരിക്കും? F-02 ആണ്. സോ ഞാനിവിടെ /n F-02 ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ /n F-02 ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ ഡോക്യുമെന്റ് ഡേറ്റ്, കമ്പനി കോഡ്, കറൻസി, അങ്ങനത്തെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യണം. സോ ഡോക്യുമെന്റ് ഡേറ്റ് ആയിട്ട് ഞാൻ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ കമ്പനി കോഡ്, നിങ്ങളുടെ കമ്പനി കോഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ എൻ്റെ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ കറൻസി ആയിട്ട് INR കൊടുത്തു. ദെൻ പോസ്റ്റിംഗ് അവിടെ 40 വന്നിട്ടുണ്ട്. 40 മീൻസ് നമുക്കറിയാം ഡെബിറ്റ് സൈഡിലാണ്. സോ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരാം? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. ഇനി അവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ച് അയാളുടെ നെയിം, ഇപ്പോൾ ABC എന്ന് പറഞ്ഞ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ABC അക്കൗണ്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആരുടെ നെയിം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട്സ് പേയബിൾ കൊടുക്കുക. സോ ഞാനിവിടെ അക്കൗണ്ട്സ് പേയബിൾ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞില്ലേ. സോ പർച്ചേസ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എൻറ്റർ കൊടുക്കുക. എൻറ്റർ കൊടുത്ത് കഴിയുമ്പോൾ എമൗണ്ട് ചോദിക്കും. ഞാനിവിടെ 1 lakh ആണ് എമൗണ്ട് കൊടുക്കുന്നത്. ഞാനവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് 1 lakhനാണെന്ന് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞായിരുന്നു. സോ അത് തന്നെ നമുക്കിവിടെ ചെയ്ത് നോക്കാം. സോ ഞാനവിടെ 1 lakh കൊടുത്തു. 1 lakh കൊടുത്തതിന് ശേഷം ബിസിനസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. സോ ഞാനവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. ബിസിനസ് ഏരിയ മീൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആ ട്രാൻസാക്ഷനെ ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നേക്കുന്നതാണ് ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ടെക്സ്റ്റ് മീൻസ് ഇവിടെ എന്ത്, നമുക്കിപ്പോൾ ജേണൽ എൻട്രി ഒക്കെ എഴുതുന്ന ടൈമിൽ നമ്മൾ നരേഷൻ കൊടുക്കാറുണ്ട്. സോ അതേപോലെ പർച്ചേസ്ഡ്
ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് എന്നുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ നെയിം ആണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ദെൻ പോസ്റ്റിംഗ്, നെക്സ്റ്റ് പോസ്റ്റിംഗ് വന്നത് ഏതാ, ഡെബിറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി കൊടുത്തു. നെക്സ്റ്റ് വന്നതാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡ്. സോ ക്രെഡിറ്റ് സൈഡ് പോസ്റ്റിംഗ് 50 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് കൊടുത്തപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇനി കൊടുക്കുന്നത് ഏതായിരിക്കും, അക്കൗണ്ട്സ് പേയബിൾ ആയിരിക്കും. ക്യാഷ് വെച്ച് ട്രാൻസാക്ഷൻ ചെയ്തെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏത് കൊടുക്കാം, അക്കൗണ്ട്സ് പേയബിൾ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഞാൻ അവിടെ അക്കൗണ്ട്സ് പേയബിൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് വരും. ഡെബിറ്റിൻ്റെ എമൗണ്ടും ബിസിനസ് ഏരിയ എല്ലാം സെയിം പോലെ തന്നെ, ടെക്സ്റ്റും എല്ലാം സെയിം പോലെ തന്നെ ക്രെഡിറ്റിലേക്ക് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരുന്നു, എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാർ, ബിസിനസ് ഏരിയ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസ് കൊടുത്ത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ പേജിൽ കൊടുത്ത പോലെ 1 lakhും പർച്ചേസ്ഡ് ഗുഡ്സ് എന്നുള്ള ഒരു ടെക്സ്റ്റും സെയിം പോലെ തന്നെ ഡെബിറ്റ് സൈഡിലെ പോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലും സെയിം ആയിട്ട് വന്നു. നമുക്ക് പിന്നെ അവിടെ റിപ്പീറ്റ് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ സ്റ്റാറും പ്ലസ് യൂസ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു, കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി, ഞാൻ ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് ചെയ്തു. സോ ഞാൻ ഇവിടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാണ്. ഓക്കെ, സോ /n FBL 3N ആണ് റിപ്പോർട്ട് എടുക്കുന്നത് നമുക്കറിയാം അല്ലേ, FBL 3N. സോ FBL 3N വന്ന് ഞാൻ ഇന്നത്തെ ഡേറ്റ് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് മുമ്പ് ചെയ്ത കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, അതൊന്നും എനിക്കിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആവണ്ട. ഇന്നത്തെ ഡേറ്റിലുള്ള റിപ്പോർട്ട് മാത്രം ഫ്രമും ടൂവും കൊടുത്ത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അവിടെ അക്കൗണ്ട്സ് പേയബിളിന് അണ്ടറിൽ ഇന്നത്തെ ട്രാൻസാക്ഷൻ ആയിട്ട് 1 lakh rupees വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ എമൗണ്ട് പേ ചെയ്യാനായിട്ടുള്ളത് എത്രയാ, ഇവിടെ റെഡ് കളറിൽ വന്നേക്കുന്നുണ്ടോ. സോ അതവിടെ ഓപ്പൺ ആണ്, അതായത് ഞാൻ അവിടെ പേയ്മെന്റ് ചെയ്യാനുണ്ട്. സോ അതാണ് അവിടെ റെഡ് കളറിൽ വന്നേക്കുന്നത്. ഇവിടെ ഗ്രീൻ കളറിലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ പേയ്മെന്റ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ റെഡ് കളറിൽ ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് വന്നാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് കിട്ടാനുണ്ട്. സോ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പേ ചെയ്യാനാണ് അല്ലേ. സോ പേ ചെയ്യാനുള്ള എമൗണ്ട് എത്രയാ, 1 lakh rupees ആണ് ടോട്ടൽ വന്നേക്കുന്നത്. സോ ഞാനിപ്പോൾ ഈ അക്കൗണ്ട്സ് പേയബിൾ ഞാൻ പറയണേ, ഞാനിപ്പോൾ ഒരു 50,000 rupees ഇപ്പോൾ തരാം, നെക്സ്റ്റ് 50,000 rupees ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പേ ചെയ്യാമെന്ന് പറയും. സോ നമ്മളിവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം അല്ലേ. പേയ്മെന്റിന്റെ ടൈമിൽ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുക. അതിനൊരു T കോഡ് ഉണ്ടായിരുന്നു. നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. /n F-07 ആണല്ലേ. സോ നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് F-02യും /n F-07 ആണ് നോർമലായിട്ട് പേയ്മെന്റ് ചെയ്യുക. റിസീവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ /n F-06 ആയിരിക്കും. ഓക്കെ, സോ 9th തീയതി നടന്ന നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ 1 lakh rupeesന്റെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷന്റെ എമൗണ്ട് ഞാനിപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന T കോഡ് F-07 ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇനി വെൻഡേഴ്സിന്റെയും കസ്റ്റമേഴ്സിന്റെ ഒക്കെ നെയിം വെച്ചിടുന്നുണ്ടെങ്കിൽ അതിന് വേറെ T കോഡ്സ് അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ F-07 എന്ന് പറയുന്നത് നോക്കാം. ദെൻ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പോസ്റ്റ് ഔട്ട് ഗോയിങ് പേയ്മെന്റ്സ് എന്നും പറഞ്ഞ് നമുക്ക് അവിടെ ഹെഡിങ്ങും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഔട്ട് ഗോയിങ് പേയ്മെന്റ് അല്ലേ ചെയ്യുന്നത്, നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പേയ്മെന്റ് ചെയ്യുകയാണ്. സോ ഇവിടെ നോർമലായിട്ട് ഡേറ്റ് എത്രയാണ്, എമൗണ്ട് ആർക്കാണ് പേ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ അവിടെ ഡേറ്റ് കൊടുത്തു. ദെൻ ടെക്സ്റ്റിൻ്റെ അവിടെ പെയ്ഡ് ക്യാഷ് എന്ന് കൊടുത്തു. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാർഷ്യൽ പേയ്മെന്റ് എന്ന് കൊടുക്കാം. ദെൻ അക്കൗണ്ടിൻ്റെ അവിടെ ബാങ്ക് ഡാറ്റ മീൻസ് നമ്മളവിടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് യൂസ് ചെയ്താണോ, ബാങ്ക് യൂസ് ചെയ്താണോ, അതോ ചെക്ക് വഴിയാണോ, എന്ത് വഴിയാണോ കൊടുത്തതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സോ ഞാനിവിടെ ക്യാഷ് ആയിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കാം. ഇനി ഫെഡറൽ ബാങ്ക് വഴിയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്, ഫെഡറൽ ബാങ്ക് വഴിച്ചാണ് ഞാൻ പേയ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ ഫെഡറൽ ബാങ്ക് എന്നുള്ള പേയ്മെന്റ് കൊടുക്കാം. അക്കൗണ്ട് ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ബിസിനസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്, എമൗണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ ബിസിനസ് ഏരിയ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ എമൗണ്ട് നമുക്ക് ആക്ച്വൽ ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. ബട്ട് നമ്മളിവിടെ പാർഷ്യൽ പേയ്മെന്റ് ചെയ്യുന്ന കാരണം നമ്മളിവിടെ എത്ര എമൗണ്ട് മാത്രം കൊടുത്താൽ മതി, ജസ്റ്റ് 50,000 rupees അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എത്രയാണോ പേയ്മെന്റ് ചെയ്യുന്നത് പകുതി എമൗണ്ട് തന്നെ കൊടുക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 20,000 ഉള്ളെങ്കിൽ 20,000 കൊടുക്കാം, 25 ഉണ്ടെങ്കിൽ 25 കൊടുക്കാം, 80,000 ഉണ്ടെങ്കിൽ 80,000 കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ 50,000 കൊടുക്കുകയാണ്. ദെൻ 50,000 കൊടുത്ത് ടെക്സ്റ്റിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ
പാർഷ്യൽ പേയ്മെന്റ് അഗെയിൻ നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ പാർഷ്യൽ പേയ്മെന്റ് തന്നെ ഒന്നും കൂടി കൊടുത്തു. ദെൻ അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ ഓപ്പൺ ഐറ്റം സെലക്ഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിന്റെ അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെന്റ് ചെയ്യുന്നത് ആ അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ഓക്കെ, സോ അക്കൗണ്ടിന്റെ അവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ഞാൻ അവിടെ അക്കൗണ്ട്സ് പേയബിൾ ആണ് നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ കൊടുത്തത്. സോ അക്കൗണ്ട്സ് പേയബിൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനിവിടെ എമൗണ്ട് പേയ്മെന്റ് ചെയ്യുമ്പോൾ 1 lakh ആണ് ശരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ 50,000 നമ്മളിവിടെ പേയ്മെന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളൂ. സോ ഞാൻ ഇവിടുന്ന് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എറർ വരും. നിങ്ങൾക്ക് 1 lakh rupees പേയ്മെന്റ് ചെയ്യാണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ 50,000 കൊടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞു. സോ ഞാൻ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്ത് നോക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നേരെ പ്രോസസ് ഓപ്പൺ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ അപ്പോൾ ജസ്റ്റ് സേവ് ചെയ്ത് കാണിക്കാം. സേവ് ചെയ്യുമ്പോൾ നമ്മളടുത്ത് നേരെ പ്രോസസ് ഓപ്പൺ ഐറ്റം എന്ന് പറയുന്ന ആ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ പകുതി പേയ്മെന്റ് കൊടുക്കാനല്ലേ. സോ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്നത് പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. ഇവിടെ ടാക്സിന്റെ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പാർഷ്യൽ പേയ്മെന്റ് ഉണ്ട്. സോ ഞാനിവിടെ പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കണ്ടില്ലേ. ഈ പാർഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും. നെറ്റ് എമൗണ്ട് നമുക്ക് 1 lakh ആയിരുന്നു, പേയ്മെന്റ് എമൗണ്ട് നമുക്ക് 1 lakh ആണ് പേയ്മെന്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എത്രയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, എമൗണ്ട് എൻഡേഡ് എന്ന് പറയുന്നത് 50,000 ആണ്. 1 lakh rupees കൊടുക്കാനായിട്ട് ഞാനിവിടെ 50,000 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ ബാക്കി നോട്ട് അസൈൻഡ് ബാലൻസ് എത്രയുണ്ട്, 50,000 അഗെയിൻ എനിക്ക് കൊടുക്കാനുണ്ട്. സോ അതെപ്പോൾ കൊടുക്കും എന്നുള്ള സിസ്റ്റം തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും. സോ ഞാനിവിടെ പറയാണ് പാർഷ്യൽ പേയ്മെന്റിന്റെ അവിടെ നമ്മളിപ്പോൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ആ എമൗണ്ട് കൊടുക്കുക. ഞാൻ അവിടെ ജസ്റ്റ് പാർഷ്യൽ പേയ്മെന്റ് എമൗണ്ടിന്റെ അവിടെ ഈ പേയ്മെന്റ് എമൗണ്ടിന്റെ അവിടെ ഞാൻ മൗസിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു എമൗണ്ട് വരും. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഇവിടെ 0 ആയി. സോ എമൗണ്ട് എൻ്റെ 50,000, അസൈൻഡ് 50,000. ഈ നോട്ട് അസൈൻഡിൻ്റെ അവിടെ 0 ആയാലും നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ നോട്ട് അസൈൻഡിൻ്റെ അവിടെ നേരത്തെ 50,000 ബാലൻസ് കാണിച്ചായിരുന്നു. പക്ഷെ ഇവിടെ പേയ്മെന്റ് എമൗണ്ടിൻ്റെ അവിടെ 50,000 ആയത് കാരണം നമ്മളിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് എമൗണ്ടിൻ്റെ അവിടെ 50,000 ആയത് കാരണം ഇവിടെ നോട്ട് അസൈൻഡിൻ്റെ അവിടെ എന്ത് ചെയ്താൽ മതി, 0 വന്ന കാരണം ഇനി നമുക്ക് സേവ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, കറക്റ്റ് മാർക്കഡ് ലൈൻ ഐറ്റംസ്. ഇങ്ങനത്തെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ 2 ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്, ഫെഡറൽ ബാങ്കും ഉണ്ട്, അക്കൗണ്ട്സ് പേയബിളും ഉണ്ട് അല്ലേ. സോ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിലോ അക്കൗണ്ട്സ് പേയബിളിലോ നമ്മളിപ്പോൾ ടെക്സ്റ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫെഡറൽ ബാങ്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ ഞാൻ ബാക്കിലേക്ക് വരികയാണ്. ദെൻ അക്കൗണ്ട്സ് പേയബിൾ ഞാനൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. സോ കണ്ടോ അവിടെ എന്തില്ല, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ ഞാൻ അവിടെ ടെക്സ്റ്റ് കൊടുക്കുകയാണ് പാർഷ്യൽ പേയ്മെന്റ്. ദെൻ ബാക്കിലേക്ക് വന്ന് ഒന്നും കൂടി കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ സേവിന്റെ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിക്കോളും, ഡോക്യുമെന്റ് 4010 എൻ്റെ 4010ാമത്തെ ഡോക്യുമെന്റ് അവിടെ പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് ENT1. എൻ്റെ കമ്പനി കോഡായിട്ടുള്ള ENT1ലേക്ക് ആ ഒരു ഡോക്യുമെന്റ് പോസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്, 1 lakh rupees കൊടുക്കാനുണ്ടായിരുന്ന പേയ്മെന്റിന് നമ്മളിവിടെ 50,000 ആയിട്ട് പാർഷ്യൽ പേയ്മെന്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ബാലൻസ് എത്ര കൊടുക്കാനുണ്ട്, 50,000 കൂടി കൊടുക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിപ്പോർട്ട് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ അക്കൗണ്ട്സ് പേയബിളിലേക്ക് ഞാൻ കൊടുക്കാനുണ്ടായിരുന്നത് എത്രയാ, 1 lakh rupees ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ 50,000 rupees ഞാൻ പാർഷ്യൽ പേയ്മെന്റ് ആയിട്ട് കൊടുത്തത് കാരണം എനിക്ക് ഇനി ഇവിടെ ബാലൻസ് എത്ര കാണിക്കുന്നുള്ളൂ, 50,000 കാണിക്കുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി 1 lakh rupees നമ്മൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് 1 lakh. ദെൻ പാർഷ്യൽ പേയ്മെന്റ് ആയിട്ട് നമ്മൾ ഇവിടെ 50,000 ചെയ്ത് കൊടുത്തു. സോ ഇനി നമുക്ക് എത്ര ബാലൻസും കൂടി ഉണ്ട്, 50,000 കൂടി ബാലൻസ് അവിടെ പേയ്മെന്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് അത് ഇനി നെക്സ്റ്റ് ഡേ എന്നാണോ പേയ്മെന്റ് ചെയ്യുന്നത് അന്ന് വന്നിട്ട് ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെയിം പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, F-07 വന്ന് എമൗണ്ടിൻ്റെ അവിടെ 50,000 കൊടുത്ത് ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. /F-07 ബാലൻസ് എമൗണ്ട് കറക്റ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ 1 lakh rupees നിങ്ങൾ സെയിൽ ചെയ്തിട്ട് ഒരു 80,000 നിങ്ങൾ പാർഷ്യൽ പേയ്മെന്റ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബാലൻസ് അവിടെ 20,000 ആണുള്ളൂ. സോ ബാലൻസ് അവിടെ എത്രയാണെന്നുള്ളത് എമൗണ്ട് കാണിക്കും. സോ അതിനനുസരിച്ചുള്ള എമൗണ്ട് ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ.
ഓക്കെ, എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ നമ്മളെ അടുത്ത് പറഞ്ഞു തരും എമൗണ്ട് തെറ്റാണ്, ഇത്ര എമൗണ്ട് അല്ല കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. ദെൻ ടെക്സ്റ്റ് കൊടുക്കുക. ബാങ്ക് ഡാറ്റയിൽ നിങ്ങൾ ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്തത്. ഞാനിപ്പോൾ പറയാണ് ഫെഡറൽ ബാങ്ക് വഴി അല്ലെങ്കിൽ HDFC വഴിയാണ് ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തത്. ദെൻ ബിസിനസ് ഏരിയ, എമൗണ്ട് 50,000 അല്ലേ ബാലൻസ് ഉള്ളത്, സോ 50,000. ദെൻ ടെക്സ്റ്റിൻ്റെ അവിടെ പാർഷ്യൽ പേയ്മെൻറ്റ്, അക്കൗണ്ടിൻ്റെ അവിടെ അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിളും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് അല്ലേ നമ്മൾ കൊടുത്തയച്ചത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, സേവ് ചെയ്താൽ മതി. നേരത്തെ നമുക്ക് എമൗണ്ട് കറക്റ്റ് അല്ലാത്ത കാരണം നമുക്ക് നേരത്തെ സേവ് ചെയ്തപ്പോൾ എറർ വന്നു. ഇനിയിപ്പോൾ എമൗണ്ട് നമ്മൾ കറക്റ്റ് അല്ലേ കൊടുത്തേ, ബാലൻസ് 50,000, ഇവിടെ 50,000. നമുക്കൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായി, നോ ഓപ്പൺ ഐറ്റംസ് വേർ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് ചിലപ്പോൾ ചേഞ്ച് ആയി പോയിട്ടുണ്ടാവും. യെസ്, 2 അക്കൗണ്ട്സ് പേയബിൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൺട്രോൾ S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4011 എന്ന് പറയുന്ന പോസ്റ്റിങ്ങിൽ കമ്പനി കോഡ് ENT1 ഇപ്പോൾ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബാലൻസ് റിപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് എന്തായിരുന്നു, അവിടെ ഒരു ബാലൻസ് 50,000, 1 lakh minus 50,000, നേരത്തെ ഒരു ബാലൻസ് 50,000 ഉണ്ടായിരുന്നു. ആ 50,000 നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു. ജസ്റ്റ് അതൊന്ന് ഇപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലോഡ് ആവട്ടെ. യെസ്, അക്കൗണ്ട്സ് പേയബിളിൻ്റെ അണ്ടറിൽ 1 lakh rupeesന് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. 50,000 ആയിട്ട് പാർഷ്യൽ പേയ്മെൻറ്റ് 9-ാം തീയതി ചെയ്തായിരുന്നു. ദെൻ നമ്മൾ ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്തു, ബാക്കി 50,000. സോ ബാലൻസ് എനിക്ക് ഇനി എത്രയുണ്ട്, 0 ആണുള്ളത്. സോ നേരത്തെ നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഇവിടെ ഓപ്പൺ ആയിട്ട് റെഡ് കളറിലായിരുന്നു. സോ ഇവിടെ അത് ഇപ്പോൾ ഫുൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയത് കാരണം ഇവിടെ എന്തായി, ഗ്രീൻ കളറിലേക്കായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇനി എന്തായി, അവിടെ സേവ് ചെയ്ത് നമ്മളിപ്പോൾ ആ ട്രാൻസാക്ഷൻ ഫുള്ള് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യാനോ ഇങ്ങോട്ട് കിട്ടാനോ ഇല്ല. സോ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സെയിൽസിലാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. ഇവിടെ അക്കൗണ്ട്സ് പേയബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും അക്കൗണ്ട്സ് റിസീവബിൾ ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. ദെൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് F-07 ആയിരുന്നു, ഇത് റിസീവ് ചെയ്യാനായിട്ട് F-06 ആയിരിക്കും. ഇത്രയാണ് വ്യത്യാസം വരാം. സോ ഇന്ന് നമ്മൾ നോക്കിയ ടോപ്പിക്ക് പാർഷ്യൽ പേയ്മെൻ്റ് ആണ്. പാർഷ്യൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓൾസോ നമുക്ക് പുതിയ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു.